മൈ ഡിയർ വ്യൂവേഴ്സ്, ത്രിപിൾ എയ്റ്റ് മിറാക്കിൾ ഏഞ്ചൽ ടാരോ റീഡിങ്ങിലേക്ക് സ്വാഗതം. ഞാനിന്ന് ചെയ്യാൻ പോകുന്നത് നിങ്ങളുടെ വ്യക്തി ഇപ്പോൾ ഏത് സാഹചര്യത്തിലൂടെയാണ് കടന്നു പോകുന്നത് എന്നാണ് ഞാനിന്ന് നോക്കുന്നത്. എല്ലാവരും പോസിറ്റീവായിരിക്കുക. ഇതൊരു ജനറൽ റീഡിംഗ് ആണ്. നിങ്ങൾക്ക് റെസിനേറ്റ് ആവുന്നത് മാത്രം എടുക്കുക, അല്ലാത്തതെല്ലാം വിട്ടേക്കുക. ആദ്യമായിട്ടാണ് നിങ്ങൾ എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. എന്നാൽ റീഡിങ്ങിലേക്ക് പോകാം. മൂന്ന് കാർഡാണ് ബോട്ടം വന്നിരിക്കുന്നത്. അപ്പം നമ്മൾ നോക്കുന്നത് നിങ്ങളുടെ വ്യക്തിയുടെ ഇപ്പോഴത്തെ സാഹചര്യം. വളരെ ഫസ്റ്റ് തന്നെ വന്നിരിക്കുന്നത് എയ്റ്റ് ഓഫ് സോഡാണ്. എയ്റ്റ് ഓഫ് സോഡ് എന്ന് വെച്ചാൽ നമ്മുടെ ലോകത്തിൽ ഒതുങ്ങിക്കൂടി നിൽക്കുകയാണ്. ഒന്നും വേറെ ഒരു ലോകം ഇല്ലാതെ കണ്ട് ഒതുങ്ങിക്കൂടി എന്നാ ഒരു ബന്ധനത്തിലായ പോലത്തെ അവസ്ഥയിലാണ് ആ വ്യക്തി നിൽക്കുന്നത്. അടുത്തത് സെക്കൻഡ് തന്നെ തേർഡ് പാർട്ടീൻ്റെ കാർഡാണ്. ചീറ്റിങ് സംഭവിച്ചിട്ടുണ്ട്. ചീറ്റിങ് ചെയ്തു പോയിട്ടുണ്ട് ആ വ്യക്തി. നിങ്ങളോട് തേർഡ് പാർട്ടി ത്രൂ ചീറ്റിങ് ചെയ്തു പോയിട്ടുണ്ട് ആ വ്യക്തി. അതാണ് ആ വ്യക്തി ഇങ്ങനെ വിഷമിച്ച് നിൽക്കുന്നതിൻ്റെ അവസ്ഥ. അതാണ് കാര്യം. തേർഡ് പാർട്ടീൻ്റെ വലയിൽപ്പെട്ടിട്ട് ആ വ്യക്തി നിങ്ങളെ ചീറ്റ് ചെയ്തു പോയിട്ടുണ്ട്. അടുത്തത് ഫൈവ് ഓഫ് വൺസ് ആണ്. ഫൈവ് ഓഫ് വൺസ് എന്ന് വെച്ചാൽ ഭയങ്കര മാനസിക സംഘർഷം, അടിപിടി, കലഹങ്ങൾ, ഇതൊക്കെ ഫൈവ് ഓഫ് വൺസ് വെച്ചാൽ മനസ്സിൻ്റെ ഫൈറ്റ്, മനസ്സിൽ സംഘർഷം നടക്കുകയാണ്. ഞാൻ എങ്ങനെ ചെയ്തു പോയല്ലോ, എന്തിനു ചെയ്തു പോയി, എൻ്റെ വ്യക്തിനെ ഞാൻ എന്തിനു ചെയ്തു പോയി, എന്തോ ഒരു തേർഡ് പാർട്ടീൻ്റെ കൺട്രോളിൽ നിർത്തിച്ചിട്ട് തെറ്റിദ്ധരിക്കപ്പിച്ചിട്ട് നിങ്ങളെ പലതും പറഞ്ഞു കൊടുത്തിട്ടും അങ്ങനെ ആ വ്യക്തിനെ കൊണ്ട് തന്നെ നിങ്ങളെ എന്തോ ചെയ്യിച്ചിട്ടുണ്ട്. അപ്പം ആ വ്യക്തിനെ കൊണ്ട് ചെയ്യിപ്പിക്കുമ്പം നിങ്ങൾക്ക് ആ വ്യക്തിയോട് വെറുപ്പ് തോന്നുമല്ലോ. തേർഡ് പാർട്ടി ചെയ്യാതെ കണ്ട് ആ വ്യക്തിനെ കൊണ്ട് നിങ്ങൾക്ക് മറക്കാൻ പറ്റാത്ത ഒരു വേദന ധരിപ്പിച്ചിട്ടുണ്ട്, എന്തോ ഒരു കാര്യം ചെയ്യിപ്പിച്ചിട്ടുണ്ട്. അതാണ് ആ വ്യക്തി ഇങ്ങനെ വേറെ ഒരു ലോകമില്ലാതെ കണ്ട് ഇങ്ങനെ കെട്ടക്കൂട്ടി ഇരിക്കുന്ന പോലത്തെ അവസ്ഥയിൽ. അത് കഴിഞ്ഞ് ബാക്കി മനസ്സിൻ്റെ സംഘർഷമാണ് ആ വ്യക്തിക്ക്. ഫുൾ മനസ്സ് എന്തിനു ചെയ്തു പോയി എന്ന് ആ വ്യക്തിക്ക് തന്നെ അറിയില്ല. അത് തേർഡ് പാർട്ടീൻ്റെ പല ഇതിലും ബ്ലാക്ക് മാജിക്കിലും മറ്റുമെല്ലാം ചെയ്യുന്നതല്ലേ. അപ്പം ആ വ്യക്തിക്ക് തന്നെ അറിയുന്നില്ല ഞാൻ എന്തിനു ചെയ്തു പോയി. ആ മനസ്സിൻ്റെ സംഘർഷമാണ് ആ വ്യക്തി ഇപ്പം അനുഭവിക്കുന്നത്. അടുത്തത് കിങ് ഓഫ് കപ്പാണ്. ആ വ്യക്തിക്ക് ഒരുപാട് സ്നേഹം ഉള്ളിലുണ്ട്. പക്ഷേ അതൊന്നും നിങ്ങളോട് തുറന്ന് കാണിക്കാനൊന്നും ആ വ്യക്തിക്ക് പറ്റിയിട്ടില്ല. ആ ഒരു വിഷമമുണ്ട് ആ വ്യക്തിക്ക്. ഒരുപാട് സ്നേഹം എന്ന് പറഞ്ഞാൽ ഒരുപാട് സ്നേഹവും കൊണ്ട് ഇങ്ങനെ സ്നേഹത്തിൻ്റെ കിങ്ങായിട്ട് ഇരിക്കുകയാണ് ആ വ്യക്തി. കപ്പും പിടിച്ചിങ്ങനെ ഇരിക്കുകയാണ്. അതൊന്നും നിങ്ങൾക്ക് തന്നില്ല. അപ്പം നിങ്ങൾ തമ്മിൽ ഒരു പുതിയ തുടക്കം ആ വ്യക്തി അത്രമാത്രം ആഗ്രഹിക്കുന്നുണ്ട്. നിങ്ങളുമായിട്ടൊരു പുതിയ തുടക്കം വേണം. അതിനേക്കാണ് ആ വ്യക്തി ആ കപ്പുമായിട്ട് ഇരിക്കുന്നത്. ആ വ്യക്തിക്ക് പുതിയൊരു തുടക്കം നിങ്ങളുമായിട്ട് വേണം. എയ്റ്റ് ഓഫ് സോഡാണ്. എയ്റ്റ് ഓഫ് സോഡ് എന്ന് വെച്ചാൽ പുതിയൊരു തുടക്കം നിങ്ങളുമായിട്ട് ആ വ്യക്തി അത്രമാത്രം പുതിയൊരു തുടക്കത്തിനേക്ക് ആഗ്രഹിക്കുന്നു. മനസ്സിൽ സംഘർഷമായിട്ട് ആ വ്യക്തിക്ക് ഒന്നിനും കഴിയുന്നില്ല. അത്രയും ആ വ്യക്തി. അടുത്തത് തന്നെ വന്നിരിക്കുന്നത് എംബറസാണ്. ആ വ്യക്തിയുടെ എംബറസാണ് വ്യക്തിക്ക് അത് മനസ്സിലായി. എൻ്റെ സോൾമേറ്റാണ്, എൻ്റെ ഒരു ഹൃദയത്തിന് ടച്ച് ചെയ്തൊരു വ്യക്തിയാണെന്നുള്ളത് ആ വ്യക്തിക്ക് മനസ്സിലായി. നിങ്ങൾ കൊടുത്ത ആ മാതൃത്വം പോലത്തെ ഒരു സ്നേഹം എല്ലാ വ്യക്തിയും ഇപ്പോൾ ഓർക്കുന്നത്. ഒരു മാതാവ് അമ്മ കുഞ്ഞിന് കൊടുക്കുമ്പോഴത്തെ സ്നേഹമാണ് നിങ്ങൾ കൊടുത്തുകൊണ്ടിരുന്നത്. എല്ലാ സമൃദ്ധിയും ഉണ്ട്. ആ വ്യക്തിയും നിങ്ങളും തമ്മിൽ കണ്ടുമുട്ടിയപ്പോൾ തന്നെ ആ വ്യക്തിക്ക് നല്ല അഭിവൃദ്ധി, ആ വ്യക്തിൻ്റെ മാനസിക നില എല്ലാം ബാലൻസ്ഡ് ആയിരുന്നു. മനസ്സിന് സമാധാനം ഉണ്ടായിരുന്നു. ആ വ്യക്തിക്ക് ധനം വന്നുകൊണ്ടിരുന്നു. എല്ലാ അബണ്ടൻസും നിങ്ങൾ ആ വ്യക്തിയുമായിട്ട് കണ്ടപ്പോൾ ഉണ്ടായിരുന്നു. അതൊക്കെയാണ് ആ വ്യക്തി ഇപ്പോൾ ഓർക്കുന്നത്.
ആ വ്യക്തിക്ക് നല്ല ഗ്രോത്ത് എല്ലാം ഉണ്ടായിരുന്നു. എന്നിട്ട് എങ്ങനെയാണ് ഞാൻ ഇങ്ങനെ ഒരു എൻ്റെ പേഴ്സണെ ഞാൻ എങ്ങനെയാണ് ഇങ്ങനെ ചീറ്റ് ചെയ്തതെന്ന് ആ വ്യക്തിക്ക് പോലും അറിയില്ല. അതെല്ലാം തേർഡ് പാർട്ടീൻ്റെ കളിയാണ്. ആ വ്യക്തിക്ക് നിങ്ങളൊരു സോൾമേറ്റാണ്, സോൾ കണക്ഷനാണ്. സൗന്ദര്യം കൊണ്ടും മെൻ്റലിയും എല്ലാം ആ വ്യക്തിക്ക് നിങ്ങളുടെ എല്ലാ ഇതിലും ആ വ്യക്തി അത്രമാത്രം അട്രാക്റ്റഡാണ് നിങ്ങളിൽ. അൺകണ്ടീഷണലി ലവ് നിങ്ങളിൽ നിന്നും പിടിച്ചു വാങ്ങിക്കണമെന്നാണ് ആ വ്യക്തി ഇപ്പോൾ ആഗ്രഹിച്ചിട്ട് യേശോസോട് പുതിയ തുടക്കത്തിനായിട്ട് ആ വ്യക്തി ഓടി വരികയാണ്. നിങ്ങൾ കൊടുത്ത ആ സ്നേഹത്തിൻ്റെ ആഴം ആ വ്യക്തി മനസ്സിലാക്കുന്നു. നിങ്ങൾ പിരിയുമ്പോഴാണ് അതിൻ്റെ എല്ലാ മൂല്യം മനസ്സിലാക്കുന്നത്. അത് മനസ്സിലാക്കി കൊടുക്കാനുള്ള പിരിയലായിരിക്കാം ഇത്. എംബറസ് എന്ന് പറഞ്ഞാൽ എല്ലാം കൊണ്ടും സോൾ കണക്ഷനാണ്. പിന്നെ ആ സ്നേഹം ഒരു കണ്ടീഷനും ഇല്ലാത്തൊരു സ്നേഹമാണ് നിങ്ങൾ കൊടുത്ത സ്നേഹം. അത് ആ വ്യക്തി മനസ്സിലാക്കുന്നു. അടുത്തത് 9 ഓഫ് കപ്പാണ്. ആ വ്യക്തിക്ക് നിങ്ങളെക്കുറിച്ച് കഴിഞ്ഞു പോയ കാര്യങ്ങൾ ഓർക്കുമ്പോൾ ആ വ്യക്തിക്ക് ചിരി. ആ വ്യക്തിക്ക് അപ്പം മാത്രം ഉള്ളും ചിരി. ആ വ്യക്തിക്ക് അത്രയ്ക്ക് സന്തോഷം വരുന്നുണ്ട്. നിങ്ങളുമായിട്ട് കഴിഞ്ഞ അതെല്ലാം ഓർക്കുമ്പോൾ ആ വ്യക്തി സന്തോഷവാനായിട്ട് ഇതാക്കി. 9 കപ്പ്. അപ്പം അന്നേരമാണ് ആ വ്യക്തിക്ക് സന്തോഷം. അടുത്തത് ക്യൂൺ ഓഫ് പെൻറ്റിക്കലാണ്. ക്യൂൺ ഓഫ് പെൻറ്റിക്കൽ എന്ന് പറഞ്ഞാൽ എല്ലാം തികഞ്ഞ ഒരു ലൈഫ് നിങ്ങൾക്ക് തരണം എന്ന് പറഞ്ഞിട്ടാണ് ആ വ്യക്തി വരുന്നത്. ഒരു രാജ്ഞിയെ പോലെ, ക്യൂണിനെ പോലെ നിങ്ങളെ നോക്കണം, അത്ര നല്ല ഇതിൽ കൊണ്ട് നടക്കണം, നിങ്ങൾക്ക് വേണ്ട എല്ലാം നിങ്ങൾ ആഗ്രഹിച്ചതിൻ്റെ അപ്പുറം തരണം എന്നാണ് ആ വ്യക്തി ആഗ്രഹിച്ചിട്ട് നിങ്ങളിലേക്ക് വരുന്നത്. ഓട്ടം കിട്ടിയിരിക്കുന്നത് 3 ആ വ്യക്തിക്ക് ഭയങ്കര ഡൗട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. നിങ്ങൾ അപ്പോഴത്തേക്കും മറ്റാരുടേതൊക്കെ ആയിപ്പോവോ, നിങ്ങൾക്ക് തിരിച്ചു വന്നാൽ അക്സെപ്റ്റ് ചെയ്യൂലേ എന്നൊക്കെയുള്ള ഭയമുണ്ട് ആ വ്യക്തിക്ക്. അതുകൊണ്ടാണ് ആ വ്യക്തി ഇങ്ങനെ മൂൺ കിട്ടിയ ഭയങ്കര മനസ്സിൻ്റെ സംഘർഷം നടക്കുന്നത്. പിന്നെ ഞാനിനി പോയാൽ എന്നെ സ്വീകരിക്കൂലേ എന്ന് വെച്ചാൽ ചീറ്റ് ചെയ്ത് പോയതല്ലേ. അപ്പോൾ എന്താണ് ഇനി പറയാം, നിങ്ങൾ മൂവ് ഓൺ ആയോ, എന്നെ സ്വീകരിക്കൂലേ എന്നൊക്കെയുള്ള ഭയമുണ്ട് ആ വ്യക്തിക്ക്. ഭയങ്കര ആശയക്കുഴപ്പത്തിലാണ് ആ വ്യക്തി. തെറ്റിദ്ധാരണ എടുത്തു ചാടിയിട്ടാണ് ഓരോന്ന് ചെയ്തത്. അതുകൊണ്ട് പേടിക്കുന്നുണ്ട് ആ വ്യക്തി, ഭയങ്കരമായിട്ട് പേടിക്കുന്നുണ്ട്. അതാണ് അതിൻ്റെ കാരണം. പേടിക്കുന്നതിൻ്റെ കാരണം നിങ്ങൾ ഈ വ്യക്തിനെ അക്സെപ്റ്റ് ചെയ്യൂലേ എന്നൊക്കെയുള്ള പേടിയാണ്. രണ്ട് കാർഡ് കൂട്ടിട്ട് ജസ്റ്റിസ്. നിങ്ങൾക്ക് ജസ്റ്റിസ് തരണം. നിങ്ങൾക്ക് ജസ്റ്റിസ് തരാനാണ് ആ വ്യക്തി ആഗ്രഹിക്കുന്നത്. നിങ്ങളോട് ചെയ്ത് അന്യായമായി പോയി, ഒരു തരത്തിൽ ഒരു തെറ്റും ചെയ്യാത്തതാണ് നിങ്ങളെയാണ് വഞ്ചിക്കപ്പെട്ടിട്ടുള്ളത്. അതുകൊണ്ട് നിങ്ങൾക്ക് എന്തായാലും ജസ്റ്റിസ് യൂണിവേഴ്സിൻ്റെ ഭാഗത്തുനിന്ന് ആ വ്യക്തിക്ക് തിരിച്ചടി കിട്ടുമെന്ന് ആ വ്യക്തിക്കറിയാം. എന്തുകൊണ്ട് നിങ്ങൾക്ക് ജസ്റ്റിസ് തരണമെന്ന് പറഞ്ഞിട്ടാണ് ആ വ്യക്തി വരുന്നത്. ആ വ്യക്തിക്ക് രാത്രി ഉറക്കമില്ല. നിങ്ങളോട് എങ്ങനെ ചെയ്തതാണ് ആ വ്യക്തിക്ക് പോലും അറിയുന്നില്ല. ഞാൻ എന്തിനു ചെയ്തു, എന്തെങ്കിലും ഒരു കുറ്റം ഇല്ലാത്തൊരു വ്യക്തി, അത്രയും ഇഷ്ടമാണ്, അത്രക്കും വന്നത്. പക്ഷേ ഇങ്ങനെ എന്തോ ചെയ്യിപ്പിച്ചത് എങ്ങനെ സംഭവിച്ചു എന്നുള്ളത് ആ വ്യക്തിക്ക് പോലും അറിയില്ല. രാത്രി ആ വ്യക്തിക്ക് ഉറങ്ങാൻ പറ്റുന്നില്ല. ഉറക്കത്തെ എഴുന്നേറ്റിരുന്നിട്ട് പൊട്ടിക്കരയുന്ന അവസ്ഥയാണ്. അത്രയും നിങ്ങളിലേക്ക് എത്തിയിട്ട് തിരിച്ച് ഒരു ചാൻസ് കൂടി എനിക്ക് താകുന്നതാണ് ആ വ്യക്തി പറയുന്നത്. ബാക്കിയെല്ലാം ഞാൻ അത്രയും നല്ല രീതിയിൽ ഞാൻ എനിക്ക് ജീവിച്ച് കാണിച്ചു തരാം, ഒരു സെക്കൻഡ് ചാൻസ് നീ എനിക്ക് താന്നാണ് ആ വ്യക്തി പറയുന്നത്. ആ വ്യക്തി ഇതെല്ലാം പ്രശ്നങ്ങളെല്ലാം പരിഹരിക്കാൻ മെഡിറ്റേഷനും സ്വപ്നങ്ങളിൽ നിങ്ങളെയാണ് കാണുന്നത്. അത്രയും ഉറക്കവുമില്ല, ഉറക്കത്തെ സ്വപ്നത്തിൽ നിങ്ങളെ കാണുന്നത്, കണ്ണ് പൂട്ടുമ്പോൾ നിങ്ങളെയാണ് കാണുന്നത്. അത്രക്കും സീരിയസ് ആയൊരു കമ്മിറ്റ്മെൻറ്റ് ഉണ്ടാക്കിയെടുക്കണം, നിങ്ങളുമായിട്ട് ദൃഢമായൊരു ബന്ധം ഉണ്ടാക്കിയെടുക്കണം എന്നാണ് ആ വ്യക്തി ദൃഢമായി നിശ്ചയിച്ചിട്ടാണ് ആ വ്യക്തി വരുന്നത്. നിങ്ങളോട് ചെയ്തു പോയത് ഓർത്തിട്ട് ആ വ്യക്തിക്ക് ഉറക്കാനും ആവുന്നില്ല. അത്രയും നിങ്ങൾക്ക് വേണ്ടി എന്തും ചെയ്യാൻ തയ്യാറായിട്ടാണ് ആ വ്യക്തി വരുന്നത്. മെസ്സേജ് കേട്ടാ. I know I was distraction from your pain. നിന്റെ വേദന ഞാൻ മനസ്സിലാക്കിയില്ല.
ഇങ്ങനെ വേദനിക്കുന്നു ഞാൻ മനസ്സിലാക്കിയില്ല എന്ന്. ഐ ഡോണ്ട് ലിസൺ വെൻ പീപ്പിൾ മെൻഷൻ യു. മറ്റുള്ളവർ നിന്നെക്കുറിച്ച് പറഞ്ഞാലും ഞാൻ പ്രതികരിക്കാറില്ല എന്ന്. ഐ ലിഫ്റ്റ് യു ബിഫോർ യു കുഡ് ലിവ് മീ. നീ എന്നെ വിട്ടുപോകുന്നതിന് മുമ്പ് ഞാൻ നിന്നെ വിട്ടുപോകും. ഐ ഹോപ്പ് ദാറ്റ് യു ക്യാൻ ഫോർഗിവ് മീ വൺ ഡേ. ഒരു ദിവസം നിനക്ക് എന്നോട് ക്ഷമിക്കാൻ കഴിയുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. പിന്നെ ഞാൻ പേഴ്സൻ്റെ നെയിമിൻ്റെ ലെറ്ററും ജില്ലയും കൂടെ ഞാൻ എഴുതിയിട്ടാക്കിയിട്ടുണ്ട്. ഇതും കൂടി എടുക്കട്ടെ. ഞാൻ തന്നെ എഴുതിയാക്കിയത്. കണ്ണൂർ ബി, ഇടുക്കി എൻ, ഇത് ഏതെങ്കിലും ഒന്ന്. ആലപ്പുഴ എസ്, എം, തൃശ്ശൂർ, കാസർഗോഡ് എ, ടി, പത്തനംതിട്ട, കെ, ജി, മലപ്പുറം, ആർ, എൽ, എറണാകുളം. ഇത് ആർക്കെല്ലാം റെസിനേറ്റ് ആവുന്നതെന്ന് വെച്ചാൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ.